എൻ്റെ പേര് ജോൺ വൈ ആണ്. കൊച്ചുവേളി തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ, എൻ്റെ ഭവനത്തിൻ്റെ തൊട്ടടുത്ത് ഈ ദൈവാലയത്തിലേക്ക് ആൾക്കാരെ വിടുന്ന ഒരു ചേച്ചിയുണ്ട്, റാണി എന്ന് പറയുന്നത്. ആ ചേച്ചി മുഖേനയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആദ്യമൊക്കെ ആ ചേച്ചി പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, മാതാവുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. എങ്കിലും ദൃഢമായ ഒരു വിശ്വാസമില്ലാതെ ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടുകയില്ല. എങ്കിലും ചേച്ചി ഒരിക്കൽ വീണ്ടും പറഞ്ഞു, ജോണെ, നീ കൃപാസന മാതാവിനെ വന്ന് കാണണം, നിൻ്റെ ഭാരങ്ങൾ അവിടെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസം എൻ്റെ മോനുമായി വന്നു. ആ മോന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ മൂത്ത മോനാണ്, 3 മക്കളുണ്ട് എനിക്ക്. ആക്സിഡൻ്റ് ഉണ്ടായി, കാലിൽ ഒരു 2 പൊട്ടലുണ്ട്. പ്ലാസ്റ്റർ ഇട്ട് വാക്കിംഗ് സ്റ്റിക്കിലാണ് ഇവിടെ വന്നിറങ്ങിയത്. എല്ലാവരും എൻ്റെ മകനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പോൾ മകനെ അവിടെ നിർത്തിയിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി എടുക്കണം. ഞാൻ പെട്ടെന്ന് പോയി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് അവിടെ വിശ്വാസത്തിൻ്റെ നിറകുടമായി ഒത്തിരിയധികം ജനങ്ങളുണ്ടായിരുന്നു. ഉടമ്പടിയിൽ ഒത്തിരിയധികം കാര്യങ്ങൾ വയ്ക്കണമായിരുന്നു. നമ്മൾ എടുക്കുന്നതിൽ 6 ഉടമ്പടിയുടെ നിയോഗങ്ങൾ വയ്ക്കണമായിരുന്നു. ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. അതിൽ ആദ്യമായി വെച്ച ഉടമ്പടിയുടെ നിയോഗം, ഞാൻ താമസിക്കുന്ന എൻ്റെ ഭവനത്തിന് പട്ടയം ലഭിക്കണമെന്നാണ്. ഞാൻ വന്ന് കയറി, ആ ഭവനത്തിൽ വന്ന് കയറി, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 20ാമത്തെ വർഷമാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഷീല ജോൺ, വീട്ടിൽ വിളിക്കുന്നത് ശാലിനി എന്നാണ്. ആ ഭവനത്തിൽ വന്ന് കയറിയിട്ട് പട്ടയമില്ല. ആ പട്ടയമില്ലാത്ത വീട്ടിൽ കുറഞ്ഞത് ഒരു 50 വർഷത്തോളമാവും. ഞാൻ വന്ന് കയറി ഏതാണ്ട് ഒരു 16 വർഷത്തോളം ആയി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഉടമ്പടി എടുത്തു. കാശ് രൂപം എൻ്റെ പോക്കറ്റിലാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാശ് രൂപമായി സഞ്ചരിക്കുമ്പോൾ എൻ്റെ കൂടെ മാതാവുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. കാരണം ഞാൻ മുമ്പ് ഒരു മതബോധന അധ്യാപകനായിരുന്നു. പള്ളിയിലെ കൊയർ ടീമിൽ ഉണ്ടായിരുന്നു, പാടുമായിരുന്നു. ഇപ്പോഴും ഇവിടെയും പാടുമായിരുന്നു, ഇവിടെയും പാടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കൊരു അടിയുറച്ച വിശ്വാസമില്ല എങ്കിൽ ഞാൻ ഒന്നിനും ഇറങ്ങി പുറപ്പെടുകയില്ല. എൻ്റെ ഭാര്യയ്ക്കറിയാം, ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അത് സാധിച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ഭാര്യയ്ക്കുണ്ട്. ഏതൊരു ഓഫീസിൽ പോയാലും ആ കാര്യം അപ്പോൾ സാധിച്ചു കൊണ്ടുവരും. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ ദൈവത്തിനെ, എൻ്റെ മാതാവിനെ മുറുകെ പിടിച്ചാൽ എന്തും ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറകെ നിങ്ങൾ നിൽക്കണം. എന്നെപ്പോലെ ഉടമ്പടി എടുത്ത പലരും ഇവിടെയുണ്ട്. മാതാവിൻ്റെ രൂപവുമായി ഞാൻ സഞ്ചരിച്ചു. പക്ഷേ ആ മാതാവിൻ്റെ രൂപം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് അന്നേ ദിവസം എൻ്റെ പോക്കറ്റിൽ നിന്നും എങ്ങനെയോ ആ രൂപം നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടപ്പെടുന്ന ആ സമയത്ത് എനിക്ക് എന്തോ വെപ്രാളം അനുഭവപ്പെട്ടു. ഞാൻ പെട്ടെന്ന് എൻ്റെ പോക്കറ്റിലേക്ക് നോക്കി. എൻ്റെ പോക്കറ്റിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കാശിരൂപം, മാതാവിൻ്റെ കാശിരൂപം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് ഞാൻ അവിടെ എല്ലാം നോക്കി, കിട്ടിയില്ല. പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന്, അടുത്ത ദിവസങ്ങളിൽ വന്നു. ഇവിടെ വന്ന് ആദ്യമേ ഉടമ്പടി എടുക്കുന്നത് ജനുവരി മാസം 26-ാം തീയതി 2023 ആ കാശിരൂപം നഷ്ടപ്പെട്ട് അടുത്തതായി പുതിയൊരു ഉടമ്പടി ഞാൻ എടുക്കുന്നു. അതേ ദിവസം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ജനുവരി 26, 2024 ആ കാശിരൂപം വീണ്ടും എൻ്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദവും എന്തെന്നില്ലാത്ത സന്തോഷവുമാണ് എനിക്കുണ്ടായത്. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ കൊച്ചുനാളിലെ ഈ പള്ളിയും പട്ടവുമായി അങ്ങനെ നടന്ന വ്യക്തിയാണ്.
ഞാൻ പ്രാർത്ഥനകൾ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറയുന്നത് ആ വരുന്നു പള്ളിയിൽ അച്ഛൻ, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തും, എന്നിട്ട് എന്നെ ശ്രവിക്കും, ഞാൻ ദൈവകാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എന്നിട്ടും എന്നെ വിളിക്കും പള്ളിയിൽ അച്ഛനെന്ന്. പക്ഷെ ആ ഭയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ആ കാശിരൂപവും ഇവിടുത്തെ തേനും ഇവിടുത്തെ ഉപ്പും വിശുദ്ധ തൈലവും കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ മകൻ്റെ കാലിൽ ഓപ്പറേഷൻ ഉണ്ട് എന്ന് ആ ഡോക്ടർ പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടു. എങ്കിലും പഠിക്കുന്ന മോനാണ്, +2 പഠിക്കുന്ന മോനാണ്. പെട്ടെന്ന് ഞാൻ പ്ലാസ്റ്റിട്ട മോനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് ഞാൻ ആ തൈലം വെച്ച് പൂശി മോനോട് പ്രാർത്ഥിച്ചു. 2 പൊട്ടൽ. 1 മാസം കഴിഞ്ഞു ഡോക്ടർ അത് പൊളിച്ചു നോക്കിയപ്പോൾ എന്നിട്ട് എക്സ്റേ എടുത്തപ്പോൾ ആ പൊട്ടൽ മാറിയില്ല, ആ ജോയിൻ്റ് ആയില്ല. മുതിർന്നവരാണെങ്കിൽ, പ്രായമായവരാണെങ്കിൽ ആ നിമിഷം ഓപ്പറേഷൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പ്ലാസ്റ്റർ ഇടാൻ. ഡോക്ടർ അത് കേട്ടു. ഞാൻ വീട്ടിൽ പോയിട്ട് കാശിരൂപവും ആ ഉപ്പും വിശുദ്ധ തൈലവും വെച്ച് പൂശി മോനോട് പ്രാർത്ഥിച്ചു. അടുത്ത മാസം 1 മാസം വീണ്ടും പോയപ്പോൾ ദൈവകൃപയാൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോൻ്റെ ആ ജോയിൻ്റ് 2ഉം രൂപപ്പെട്ടു, നല്ലതുപോലെ രൂപപ്പെട്ടു, നല്ല സൗഖ്യം പ്രാപിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ 16 വർഷമായി, ഞാൻ പറഞ്ഞില്ലേ 16 വർഷമായി പട്ടയം ലഭിക്കാതെ ഇരുന്നു. ആ 2ാമത് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉണ്ടായ ആ നിമിഷങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. നോഹയുടെ പെട്ടകത്തിൽ ആൾക്കാരെയും ജീവികളെയും കയറ്റിയതുപോലെ എനിക്ക് ഉണ്ടായിരുന്ന, ഞങ്ങൾക്ക് സംഭവിക്കാനിരുന്ന കാര്യങ്ങൾ ഏതാണ്ട് 1 മാസമല്ല, ആഴ്ചയിലായിട്ട് കാര്യങ്ങൾ സാധിച്ചു തന്നു ദൈവം. എൻ്റെ വീട്ടിൻ്റെ പട്ടയം ലഭിച്ചു. 50 വർഷമായി താമസിച്ചിരുന്ന ആ ഭവനത്തിൽ ഞാൻ 20 വർഷമായി താമസിക്കുന്നു. 16 വർഷമായി ആ പട്ടയത്തിന് ഞാൻ ഇറങ്ങിത്തിരിച്ചു. ആ പട്ടയം എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ഭവനത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാനാണ്. അപ്പോൾ ആ ഭവനത്തിൻ്റെ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതിന് TC ലഭിച്ചില്ല. അതിൻ്റെ കാര്യത്തിനും നടന്നു. വിശുദ്ധ തൈലവും ഉപ്പും കാശിരൂപവും ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി. ആരും കാണാതെ ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിച്ചു. ആ TC ലഭിക്കുന്ന ഓഫീസിലേക്ക് ഞാൻ കടന്നു ചെന്നു, സംസാരിച്ചു, അതിൻ്റെ അപേക്ഷ കൊടുത്തു, എല്ലാം കൊടുത്തു കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. വീണ്ടും ഞാൻ അവിടെ കൊണ്ടുപോയി ഉപ്പെല്ലാം വിതറി. നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെല്ലാം എന്ത് തന്നെയായാലും അത് ഉപയോഗപ്പെടുത്തണം. എൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ വീട്ടിൽ വെച്ചിരിക്കാതെ അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ കേട്ടു, യൂസ് ചെയ്തു. ഈ ഇടയ്ക്ക് ആ വീടിൻ്റെ നമ്പർ ലഭിച്ചു. എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്ത കൃപകളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന. അത് കഴിഞ്ഞു ഞങ്ങൾ ഇതിന് മുമ്പായിട്ട് വിസയ്ക്ക് കൊടുത്തിരുന്നു. US-ലാണ്. പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് അത് നഷ്ടപ്പെട്ടു. എനിക്കൊരു കുലുക്കവുമില്ല. എൻ്റെ ഭാര്യ പറയുന്നത് എന്തുകൊണ്ട് ഈ ഉരുക്കുപോലെ മനസ്സ് വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരിടത്ത് കൊടുത്തു, ഓസ്ട്രേലിയക്ക് കൊടുത്തു. അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ നിമിഷവും വേറെ ഒരു രാജ്യത്ത് കൊടുത്തു. ഞങ്ങൾക്ക് 5 പേർക്കും ദൈവനാമത്തിൽ പറയട്ടെ, മാതാവിൻ്റെ കൃപ കൊണ്ട് 5 പേർക്കും വിസ ലഭിച്ചു. ഞങ്ങൾ ഇത് 4 വർഷം കൊണ്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. ദൈവമാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇവിടുന്ന് ഒരടി രൂപത്തിലുള്ള മാതാവിൻ്റെ രൂപം ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ആദ്യം മേടിച്ചില്ല, ഒരു ആൻറ്റിക്ക് മേടിച്ചു കൊടുത്തു. എന്നെ വണ്ടിയിൽ കൊണ്ടുവരുന്ന ആൻറ്റിക്ക് മേടിച്ചു കൊടുത്തു. പക്ഷെ അത് എന്നെ വല്ലാതെ ആകർഷിച്ചു, ആ രൂപം മാതാവിൻ്റെ. പെട്ടെന്ന് ഞാൻ അടുത്ത ദിവസം പറഞ്ഞു എനിക്ക് ആ രൂപം വേണം. എൻ്റെ ആ ചേച്ചി മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഞാൻ എല്ലാ ദിവസവും അതിൻ്റെ മുന്നിലാണ് ഉടമ്പടി പത്രവും എല്ലാം വെച്ച് രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ വൈഫ് പറയുന്നു ആ രൂപത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാതാവ് തരും. ഞാനത് കേട്ട്, എൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു.
എനിക്ക് ഏതാനും ഒരാഴ്ചയ്ക്കകം ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു തന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എന്നെപ്പോലെ ഒത്തിരി അധികം വ്യക്തികൾ ഇവിടെ ഉടമ്പടിയെടുത്ത് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വെച്ച് പൂജിക്കാനുള്ളതല്ല, അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എന്നെപ്പോലെ ഉപയോഗപ്പെടുത്തുക, ദൈവത്തിന് നന്ദി പറയുക. ഞാൻ ഒരു വചനം പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ. യോഹന്നാൻ 10:10 പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും ഞാൻ വായിക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാ വ്യക്തികൾക്കും ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണ്. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ക്ലബിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ രോഗികളെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അനാഥാലയങ്ങളിൽ പോയി ഈ കാശ് രൂപവും ഞാൻ കൊണ്ടുപോവുകയാണ്. അനാഥാലയം നമ്മളെപ്പോലെയല്ല, ആരോരുമില്ലാത്ത അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇനിയും ചെയ്യാനിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും ചെയ്തു തന്ന ദൈവത്തിന് 1000 നന്ദിയും കൃപയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീണ്ടും നല്ല ശക്തിയും ബലവും തരട്ടെ. എനിക്ക് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി. എനിക്ക് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി. ഞാൻ ദൈവത്തിൽ ഭയപ്പെടുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടായിരിക്കണം, ഭയമുണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ വിജാതീയനായ ശതാധിപനെക്കുറിച്ചുള്ള തിരുവചന ഭാഗം നാം വായിക്കുന്നുണ്ട്. ശതാധിപന് എങ്ങനെയാണ് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന, ഈശോയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുണ്ടായിരുന്ന ശതാധിപൻ തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന അതിലൂടെ ഈശോയെ തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കൃപാസനത്തിലെ ഉടമ്പടിയിലൂടെ കിട്ടുന്ന ദൈവാനുഭവങ്ങളും അതൊരു തിരിച്ചറിവിലേക്ക് ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നയിക്കും. തനിക്ക് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ, കിട്ടാതിരുന്ന പല കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് ലഭിക്കാതിരുന്നതൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ തനിക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ട് കിട്ടുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 2004 ഡിസംബർ 7 സമയഘടികാരവും നെഞ്ചിൽ ചാർത്തി വന്ന അമ്മ തൻ്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് എങ്ങനെ വർഷങ്ങളായിട്ട് കിട്ടാതെയുള്ള പല കാര്യങ്ങളും, ലഭിക്കാത്ത പല കാര്യങ്ങളും ഓരോ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അത് അമ്മ എത്ര തിടുക്കത്തിലാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്, ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. അതിന് നാം കൂടി ഒരുങ്ങണം. എങ്ങനെയാണ് നാം കർത്താവിനെ സ്വീകരിക്കുന്ന കൃപാപാത്രങ്ങളായി മാറേണ്ടത് എന്നുള്ളതാണ് ഉടമ്പടി നിബന്ധനകളിലൂടെ നാം ചെയ്യേണ്ടത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശു സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.